വർക്കിംഗ് ആയിട്ടുള്ള അമ്മമാർക്കുള്ളതാണ് ഈ വീഡിയോ. എല്ലാ വർക്കിംഗ് ആയിട്ടുള്ള അമ്മമാരും കടന്നു പോകുന്ന വളരെ കുറേ കൺഫ്യൂഷൻസും സ്ട്രെസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. ഈ അടുത്ത് കുറേ വീഡിയോസിൻ്റെ ഇടയ്ക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ആ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്ന് വെച്ചാൽ, ഒരു കുട്ടി, ഒരു കണ്ടിടത്തോളം ഒരു കോളേജ് സ്റ്റുഡൻറ്റ് പോലുള്ള ഒരു കോളേജ് സ്റ്റുഡൻ്റാണ് ആ കുട്ടി. എൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നതാണ്. അതായത് അവളുടെ ചെറുപ്പകാലത്ത് അമ്മയും അച്ഛനും ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അവരെ പഠിപ്പിക്കാനുള്ള തുക കണ്ടെത്താൻ വേണ്ടിയിട്ട് രണ്ടുപേരും വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ കുട്ടി ഒറ്റപ്പെട്ടു പോയതും, അപ്പോൾ അവൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ, അമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ അമ്മയുടെ ക്വാളിറ്റി ടൈം നഷ്ടപ്പെട്ടു, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു വീഡിയോയാണ്. അത് ശരിക്കും കാണുമ്പോൾ കുട്ടി കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ്. എന്നെ ഇതൊന്നും അല്ല അതിശയിപ്പിച്ചത്, ആ വീഡിയോയുടെ താഴെ കണ്ട കമൻറ്റ് ബോക്സാണ്. ആ കമൻറ്റ് ബോക്സിലുള്ള വായനയിലൂടെ എനിക്ക് എന്താ തോന്നിയെന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം ആ കമൻറ്റ് ബോക്സിലുള്ള ഒരുപാട് അമ്മമാർ പറഞ്ഞത്, ഞങ്ങൾ ഇതുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തത്, വീട്ടിലിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് എൻ്റെ കുട്ടിയെ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കുറേ കമൻറ്റുകളാണ്. ഈ കമൻറ്റുകൾ വായിച്ചു കഴിഞ്ഞപ്പോൾ സത്യമായിട്ടും ഞാനൊരു വർക്കിംഗ് ആയിട്ടുള്ള അമ്മയാണ്. എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, അപ്പം ഞാനൊക്കെ ഈ ചെയ്യുന്നത് ശരിയാണോ? അതായത് നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് പലതും കിട്ടാതെ പോകുന്നുണ്ടോ എന്നുള്ള അങ്ങനെയുള്ള കുറേ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. ഇത് പല മാതാപിതാക്കൾക്കുള്ള കാര്യങ്ങളാണ് അല്ലേ? അങ്ങനെയുള്ള ചിന്തകൾ എപ്പോഴും എസ്പെഷ്യലി സ്ത്രീകൾക്കുണ്ടാവും. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വർക്ക് ലൈഫോ ഫാമിലി ലൈഫോ അല്ലെങ്കിൽ അത്രയധികം എത്ര നമ്മൾ പറഞ്ഞാലും, എത്ര ഇക്വാളിറ്റി പറഞ്ഞാലും അത്രയധികം ഒന്നും മിങ്കിളായി വരുന്നില്ല, അല്ലെങ്കിൽ മിക്സായി വരുന്നില്ല. അവർക്ക് കുറച്ചും കൂടെ നമ്മളെക്കാൾ കൂടുതൽ ഫ്രീഡമും കാര്യങ്ങളും അവർക്ക് എന്തായാലും ഉണ്ട് അല്ലേ? അപ്പോൾ ഞാനത് എൻ്റെ വർക്ക് പ്ലേസിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തപ്പോൾ എല്ലാവരും പറയും ഇത് ശരിയാണ്. ഞങ്ങളും ആലോചിക്കും ഇങ്ങനെ, നമ്മൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം നമ്മൾ രാവിലെയുള്ള പണികളെല്ലാം ഒതുക്കി വരുന്നു, പിന്നെ ഇവിടെ വന്നിട്ട് ജോലി ചെയ്ത് തിരിച്ചു പോകുന്നു, വൈകുന്നേരം ചെല്ലുമ്പോഴും നമുക്ക് ചെയ്യാൻ ഒരു ലിസ്റ്റ് പണികൾ വീണ്ടും ഉണ്ടാവും. അതിനിടയിൽ എപ്പോഴേക്കോ ആന്തരികമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നു അങ്ങനെ. അപ്പോൾ ശരിക്കും നമ്മൾ നല്ല അമ്മമാരാണോ? നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ? അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ്. നമ്മൾ ഈ കുട്ടികളൊക്കെ പറഞ്ഞ പോലെ നാളെ നമ്മുടെ കുട്ടികളും നമ്മളെക്കുറിച്ച് പറയുമോ എന്നൊക്കെ ഇങ്ങനെ കുറേ ചിന്തകൾ വന്നു. ആ ചിന്തകൾ, ഇതേ ചിന്തകളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് അമ്മമാരുണ്ടാവും അല്ലേ? രാവിലെ മുതൽ അന്തി വരെ പണിയെടുത്ത് തിരിച്ചു വന്ന് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അമ്മമാരുണ്ടാവും. നമുക്ക് ചിലപ്പോൾ ഒരു കൺസിഡറേഷനും ആരിൽ കിട്ടുന്നുണ്ടാവില്ല. നമ്മളൊന്ന് വൈകി വന്നാൽ, അല്ലെങ്കിൽ നമുക്ക് വർക്ക് പ്ലേസിൽ ഒന്ന് ലേറ്റായി പോയാൽ, അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലൊന്ന് വൈകി വന്നാലൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്നു. അവൾ ജോലിക്ക് പൊക്കോട്ടെ, കുട്ടികളെ ശ്രദ്ധിക്കാൻ അവർക്ക് നേരില്ല അല്ലേ? കുട്ടികളുടെ ജയപരാജയങ്ങളെല്ലാം ചിലപ്പോൾ നമ്മളെയാണ് മറ്റുള്ളവർ അതിനെല്ലാം കുറ്റപ്പെടുത്താൻ. അപ്പോൾ ഇതൊക്കെ കേട്ട് ഇതെല്ലാം പഠിച്ച് അല്ലെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ കുട്ടികൾ, ഇപ്പം വർക്കിംഗ് ആയിട്ടുള്ള അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കുട്ടികൾക്ക് 5 മിനിറ്റേ കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ആ 10 മിനിറ്റേ നമ്മളുടെ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതിലും ക്വാളിറ്റി ടൈം ആക്കാൻ ശ്രദ്ധിക്കുക. അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് കുറച്ച് നേരം അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ എല്ലാ ദിവസവും ബോധപൂർവം സമയം കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. ഫുൾ ടൈം ഒരു കുഞ്ഞിൻ്റെ കൂടെ ഇരുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ട്? ഒരിക്കലുമില്ല. ഒരു വീട്ടമ്മയാണെങ്കിൽ പോലും ഫുൾ ടൈം അവരുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും അവർക്കൊരു ക്വാളിറ്റി ടൈം അവർക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അങ്ങനെ ഫുൾ ടൈം അല്ലെങ്കിൽ ഒരു ഹോം മേക്കറായിട്ട് ഇരുന്നതുകൊണ്ടും വലിയ പ്രയോജനമൊന്നുമില്ല അല്ലേ? അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയം എന്താക്കുക, ക്വാളിറ്റി ടൈം ആക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്, വർക്ക് ചെയ്യുന്ന അമ്മമാരോട്. ഈ വർക്ക് ചെയ്യുക എന്നുള്ളതും നമ്മുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുക എന്നുള്ളതൊന്നും ഒരു തെറ്റൊന്നുമല്ല. അതെല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം എന്താണെന്നറിയോ, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മക്കൾ വലുതായി കഴിയുമ്പോൾ നമ്മൾ പറയണോ, നിനക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ജോലിയും പഠിത്തമൊക്കെ ഉപേക്ഷിച്ച് വീട്ടിലിരുന്നതെന്ന് പറയുമ്പോൾ അവരെന്താ നമ്മളോട് പറയാമെന്നറിയോ? അമ്മയോട് ഞാൻ പറഞ്ഞോ, എനിക്ക് വേണ്ടി ചെയ്യാൻ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞോ, അമ്മയ്ക്ക് ചെയ്തുകൂടായിരുന്നോ, അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ അച്ചീവ് ചെയ്തുകൂടായിരുന്നോ, ഒരു കരിയർ ബിൽഡ് ചെയ്തുകൂടായിരുന്നോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് തിരിച്ചു പറയാനൊന്നും ഉണ്ടാവില്ല. നമുക്ക് കാണിക്കാനായിട്ട് കുറേ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയട്ടെ, നിങ്ങളുടെ സ്വപ്നങ്ങൾ ആർക്കും വേണ്ടി മാറ്റി വയ്ക്കരുത്. ആ സ്വപ്നങ്ങളുടെ പിന്നാലെ പോയി അതിനെ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നാളെ നമ്മുടെ മക്കൾ നമ്മളെ കാണുന്നുണ്ട്,
അവർ ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട്, അല്ലെങ്കിൽ സ്വപ്നങ്ങളെ ഏത് പ്രായത്തിലും ട്രേസ് ചെയ്യാമെന്നുള്ളതും സ്വപ്നങ്ങളുടെ പിന്നാലെ എങ്ങനെയും പോയി അതിനെ അച്ചീവ് ചെയ്യുന്നതും എല്ലാം മാനേജ് ചെയ്യാനും ഒക്കെ അവർ നമ്മളിൽ നിന്ന് തന്നെ പഠിക്കട്ടെ അല്ലേ. നാളെ അവർ പറയുമ്പോൾ ശരി, എൻ്റെ അമ്മയിൽ നിന്നാണ് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആവാൻ പഠിച്ചത്, എൻ്റെ അമ്മയിൽ നിന്നാണ് സ്വന്തമായി ഏൺ ചെയ്യുന്നതിൻ്റെ സംതൃപ്തി ഞാൻ മനസ്സിലാക്കിയതെന്ന് നമ്മുടെ മക്കൾ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ അതല്ലേ ഏറ്റവും അഭിമാനമുള്ള കാര്യം.